സിലബസ് മാറി. ഇനി മാറിയ സിലബസിൽ നിന്ന് എങ്ങനെ പഠിക്കണം, എന്ത് പഠിച്ചാലാണ് നമുക്ക് നല്ലൊരു റാങ്കിൽ എത്താൻ പറ്റുക എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏത് കാറ്റഗറി നമ്പറിൽ ഏത് പോസ്റ്റിലേക്കാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അതെ, കേരള വാട്ടർ അതോറിറ്റിയിലെ ഗ്രേഡ് 3 ഓവർസിയർ അല്ലെങ്കിൽ ട്രേസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഓൾറെഡി നമുക്ക് നോട്ടിഫിക്കേഷൻ വിളിച്ചിരുന്നു. അപ്പൊ സെപ്റ്റംബറിലായിരുന്നു നമ്മൾ എക്സാം PSC തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അത് പ്രകാരം നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സിലബസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ സിലബസിൽ നിന്ന് റിവൈസ്ഡ് ആയിട്ടുള്ള ഒരു സിലബസ് കഴിഞ്ഞ ദിവസം വരികയുണ്ടായി. നമുക്കറിയാം, കൃത്യമായി തന്നെ സിവിലുകാർക്കും മെക്കാനിക്കലുകാർക്കും ഒരേ രീതിയിൽ അഡ്വാൻറ്റേജ് കിട്ടുന്ന ഒരു പോസ്റ്റ് ആണ് കേരള വാട്ടർ അതോറിറ്റിയിലെ ഓവർസിയർ ഗ്രേഡ് 3 അല്ലെങ്കിൽ ട്രേസർ എന്ന് പറയുന്ന പോസ്റ്റ്. അപ്പോൾ ആദ്യം വന്ന സിലബസിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സിവിലിന് അഡ്വാൻറ്റേജ് കിട്ടുന്ന രീതിയിലായിരുന്നു സിലബസ് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ PSCയിലേക്ക് ഒരുപാട് നിവേദനം വന്നതിന്റെ ഫലമായിട്ട് നമുക്കറിയാം, ഓക്കെ, ഇപ്പോൾ റിവൈസ്ഡ് ആയിട്ടുള്ള ഒരു സിലബസ് വന്നെത്തിയിട്ടുണ്ട്. അപ്പൊ അതിൽ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് PSC മെക്കാനിക്കലുകാർക്കും അതുപോലെ സിവിലുകാർക്കും തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് എന്തുകൊണ്ട് നമ്മൾ പഠിക്കണം എന്നതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. കൃത്യമായി തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ നമുക്ക് അറിയാം. നമുക്ക് നോക്കിയാൽ നെയിം ഓഫ് ദ പോസ്റ്റ് എന്ന് പറയുന്നത് ഓവർസിയർ ഗ്രേഡ് 3 അല്ലെങ്കിൽ ട്രേസർ എന്ന പോസ്റ്റ് ആണ്. ഡിപ്പാർട്ട്മെന്റ് വരുന്നത് കേരള വാട്ടർ അതോറിറ്റി ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഈ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എത്രത്തോളം അഡ്വൈസുകളാണ് നമുക്ക് കൃത്യമായി ഈ ഒരു പോസ്റ്റിൽ നിന്ന് പോയിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായി മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. 1096 പേർക്കാണ് ഈ ഒരു പോസ്റ്റിൽ നിന്ന് അഡ്വൈസ് കിട്ടി നിയമനം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലിസ്റ്റ് കാലാവധി തീർന്നു, ഓൾറെഡി തീർന്നിട്ടുള്ള ഒരു ലിസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് 21/4/2022 2018 വിളിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു. 2022 ഈ പറയുന്ന നമുക്കൊരു റാങ്ക് ലിസ്റ്റ് വന്ന് അതിന്റെ അഡ്വൈസുകൾ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി ലാസ്റ്റ് വന്നിട്ടുള്ള അഡ്വൈസ് എന്ന് പറയുന്നത് 5/6/2025 ലാസ്റ്റ് അഡ്വൈസും പോയി, അത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇനി പുതിയ ലിസ്റ്റ് വരണം. പുതിയ ലിസ്റ്റിലേക്കുള്ള കൃത്യമായിട്ടുള്ള വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ പുതിയ ലിസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, എക്സാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 1096 എന്ന് പറയുന്നത് ചെറിയൊരു നമ്പർ അല്ല. ഏത് സിവിലുകാരായാലും മെക്കാനിക്കലുകാർക്കായാലും നമുക്ക് ഇത്രത്തോളം ബൾക്ക് ആയിട്ടുള്ള ഒരു വേക്കൻസി വരുന്നത് നമുക്കറിയാം കേരള വാട്ടർ അതോറിറ്റി പോലെയുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ ഏതൊരു ഡിപ്പാർട്ട്മെന്റ് എടുത്ത് നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു അതോറിറ്റി എടുത്ത് നോക്കുകയാണെങ്കിലും കൃത്യമായി തന്നെ ഏറ്റവും കൂടുതൽ വേക്കൻസി വന്നിട്ടുള്ള നമുക്ക് ഈ കഴിഞ്ഞ റീസെന്റ് ആയിട്ടുള്ള ഏത് ലിസ്റ്റ് എടുത്ത് നോക്കിയാലും കൂടുതൽ വന്നിട്ടുള്ളത് ഈ ഒരു ലിസ്റ്റിൽ തന്നെയാണ്. അത് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. നോക്കിയേ, അതിന് ഉത്തരമായിട്ട് ഇവിടെ കൃത്യമായി പറയുന്നുണ്ട്, ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 1155 പേർക്കാണ് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം ഇതിൽ 1517 പേരുടെ റാങ്ക് ലിസ്റ്റ് ആയിരുന്നു ഓപ്പൺ കാറ്റഗറി ഉണ്ടായിരുന്നത്. അതിൽ 1517-ൽ 1155 പേർക്ക് ഇവിടെ നിയമനം ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ നോക്കിയേ, ഇനി ഈഴവ കാറ്റഗറിയിൽ നിന്നായാലും ബാക്കി വരുന്ന ഏത് റിസർവേഷൻ കാറ്റഗറി നോക്കുകയാണെങ്കിലും നോക്കിയേ, SC ST വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നെങ്കിൽ അവിടെ നോക്കി സപ്ലിമെന്റ് ലിസ്റ്റിൽ നിന്ന് 67-ഉം 77-ഉം വരെയുള്ള ആൾക്കാർക്ക് നോക്കി നിയമനം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രത്തോളം ചാൻസ് നമ്മുടെ മുന്നിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് നമുക്ക് ഒരു 3 മാസം കൊണ്ട് നമുക്ക് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരാളും നോക്കി കൃത്യമായി അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നോക്കി കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു റാങ്ക് നേടി നല്ല ഈ രീതിയിൽ തന്നെ കൃത്യമായിട്ടുള്ള നമുക്ക് നല്ല നോക്കിയ ശമ്പളത്തോടു കൂടി ഈ ഒരു ഗവൺമെന്റ് ജോലി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അപ്പൊ അത് കൃത്യമായി തന്നെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഞാനിവിടെ പറയാൻ വേണ്ടി പോകുന്നത് നോക്കിയ സിവില് പഠിച്ച ആൾക്കാർ നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സിലബസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം 100% നമുക്ക് സിവിലിന് അഡ്വാൻറ്റേജ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സിലബസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം കോമൺ ടോപ്പിക്സ് ആയിട്ട് മെക്കാനിക്കൽകാർക്ക് രീതിയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ റിവൈസ്ഡ് ആയി വന്നിട്ടുള്ള സിലബസിൽ നിന്ന് മെക്കാനിക്കൽ ടോപ്പിക്സ് എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ മൊഡ്യൂൾ 1-ൽ ചോദിക്കുന്നത് നോക്കി ഡെവലപ്മെന്റ് ഓഫ് സർഫസും അതുപോലെ തന്നെ ഇന്റർ പെനട്രേഷൻ ഓഫ് സോളിഡ് ഇൻ ഓർത്തോഗ്രാഫി പ്രൊജക്ഷനുമാണ്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് നോക്കി കൃത്യമായി ബിൽഡിംഗ് നമുക്ക് അവിടെ നോക്കി നിങ്ങൾ സിവിലുകാരാണെങ്കിൽ ബിൽഡിംഗ് ഡ്രോയിങ്സ് പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ് സിവിലുകാരും മെക്കാനിക്കലുകാരും ഓൾറെഡി കൃത്യമായി പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. അതിന് ബേസിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഓരോ 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തിട്ട് വരുന്ന ഒരു ഭാഗമാണ് നമുക്ക് എന്ത് പറയുന്നത് ഈ ഒരു ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എല്ലാവരും തന്നെ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഡെവലപ്മെന്റ് ഓഫ് സർഫേസ് എന്ന് പറയുന്ന കാര്യം അല്ലേ. അപ്പൊ അവിടെ നിന്ന് കൃത്യമായി നമ്മളെ നോക്കിയാൽ ഒരു പർട്ടിക്കുലർ ആയിട്ട് ഒരു ഒബ്ജക്ട് നമ്മൾ നിർമ്മിക്കുകയാണ്. ദാറ്റ് മീൻസ് ഒരു ഷീറ്റ് മെറ്റൽ യൂസ് ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഒബ്ജക്ട് നമ്മൾ നിർമ്മിക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് ഒരു ഫോൾഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബക്കറ്റിൽ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ബക്കറ്റ് ആയിരിക്കും. അപ്പൊ ഈ ബക്കറ്റ് നിർമ്മിക്കുമ്പോഴൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, ആ ഷീറ്റിനെ കൃത്യമായി തന്നെ നിങ്ങൾ എന്ത് ചെയ്യും ഒരു നോക്കി അൺഫോൾഡർ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ
നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ ഫോൾഡ് ചെയ്തിട്ടായിരുന്നു ആ രീതിയിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ രീതി നിർമ്മിക്കുന്ന സമയത്ത് ബക്കറ്റ് പോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ഷേപ്പുകൾ നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ അൺഫോൾഡഡ് ആയിട്ടുള്ള ഒരു സൈസ് കൃത്യമായി നമുക്ക് കണ്ടുപിടിക്കുക എന്നതിനെയാണ് നമ്മൾ ഈ ഡെവലപ്മെന്റ് ഓഫ് സർഫേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓർത്തോഗ്രാഫി പ്രൊജക്ഷന്റെ കൃത്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഇവിടുന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ നോക്കി ബേസിക് ആയിട്ടുള്ള ഡ്രോയിങ്ങിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു നോളജ് വെച്ചുകൊണ്ട് നമുക്ക് ഈ പറയുന്ന ഭാഗങ്ങളിൽ നിന്ന് കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. കുറച്ച് കാര്യങ്ങൾ ഒന്ന് കൺസെപ്റ്റ് വൈസ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക, അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് പോവുക. ആ രീതിയിൽ പഠിച്ച കാര്യം നമുക്ക് ഇവിടുന്ന് ഓവറോൾ ഒരു 5 മാർക്സ് ആണ് ഇവിടെ വരാനായിട്ട് പോകുന്നത്. ദാറ്റ് മീൻസ് ഒരു 3 മാർക്സ് നമുക്ക് ഡെവലപ്മെന്റ് ഓഫ് സർഫേസുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ ഇന്റർപെനട്രേഷൻ ഓഫ് സോളിഡ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ദാറ്റ് മീൻസ് ഇന്റർസെക്ഷൻ ഓഫ് പോയിന്റ്സ് ആ ഒരു സോളിഡ് എന്നുള്ള ഇന്റർസെക്ഷനും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള 2 മാർക്കിന് ചോദ്യങ്ങളും അവിടെ ചോദിക്കുന്നുണ്ട്. കുറച്ച് ചെറിയ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ രീതിയിൽ വരുന്ന ഒരു ഭാഗം കൂടെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒന്ന് അതിന് കൺസെപ്റ്റ് നമുക്കറിയാം, ഡ്രോയിങ് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിന് ബേസിക് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതൊന്ന് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ കൺസെപ്റ്റ് വൈസ് ആയിട്ട് നിങ്ങൾ ഒന്ന് എന്ത് ചെയ്യുക, ഇമാജിൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിൽ തന്നെ ഇവിടെ മാർക്ക് കിട്ടും, അതിലൊരു സംശയം വേണ്ട. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് നമുക്ക് കടന്നു കഴിയുമ്പോൾ അവിടെ പഠിക്കാനുള്ളത് നോക്കിയ ഫാസ്റ്റ്നേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. ദാറ്റ് ഈസ് നമുക്ക് വെൽഡഡ് ജോയിന്റ്സും അതുപോലെ നോക്കി അതിന് വേണ്ടി നമ്മൾ ലോക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ജോയിന്റ്സിനെ പറ്റിയിട്ടാണ് ഇവിടെ പഠിക്കേണ്ടതായിട്ടുള്ളത്. ദാറ്റ് മീൻസ് അവിടെ നമുക്കൊരു ഷീറ്റ് മെറ്റൽ പോലെയുള്ള അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള 2 നോക്കിയ മെറ്റൽസ് പരസ്പരം നമുക്ക് ജോയിൻ ചെയ്യിക്കണം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ പറയുന്ന മൊഡ്യൂൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. അതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് നോക്കി ഫാസ്റ്റ്നർ എന്ന് പറയുന്ന ആ ടോപ്പിക്കിൽ നിന്ന് ഓവറോൾ 3 മാർക്സ് ആണ് അവിടെ ചോദിക്കുക. അതേപോലെ വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന കാരണം 2 മാർക്കും ലോക്കിംഗ് ഡിവൈസുമായി ബന്ധപ്പെട്ട് നമുക്ക് 3 മാർക്കാണ് ചോദിക്കുക. വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ സിലബസ് എടുത്ത് പറഞ്ഞിട്ടുള്ളൂ. നമ്മള് ഫാസ്റ്റ്നേഴ്സുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ നോക്കിയാ സ്ക്രൂ ത്രെഡ് അതിന്റെ ടേമുകളും അതിന്റെ നോമൻക്ലേച്ചറും ഉണ്ട്. കാര്യം നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ സിവിൽ പഠിക്കുന്നവരാണെങ്കിൽ അവിടെ ഡോറും വിൻഡോ ഒക്കെ പഠിച്ച ആൾക്കാരാണ് നിങ്ങൾ അല്ലെ. അപ്പോൾ ആ രീതിയിൽ തന്നെ ഇവിടെ ഒരു സ്ക്രൂ ത്രെഡ് എടുത്ത് നോക്കിക്കൊണ്ട് ആ സ്ക്രൂ ത്രെഡിലുള്ള ഓരോ പാർട്സുകളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന നോക്കി ആ ഒരു ഡിസൈൻ നമുക്ക് ചെയ്യുമ്പോൾ അവിടെ കുറെ കാര്യങ്ങൾ അതിനെ കുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിന് നോമൻക്ലേച്ചറുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ, മേജർ ഡയമീറ്റർ എന്താണ്, മൈനർ ഡയമീറ്റർ എന്താണ്, നോക്കി ആ രീതിയിലുള്ള കാര്യങ്ങൾ, ദാറ്റ് മീൻസ് ആ ഒരു പിച്ച് എന്താണ് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അവിടുന്ന് വളരെ സിമ്പിൾ ആയിട്ട് ആ ഒരു ഫിഗറിലൂടെ നമുക്ക് ഇത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ നോക്കിയാ സ്ക്രൂ ത്രെഡ് ഏതൊക്കെ ടൈപ്പിലുണ്ട്, കുറെ ടൈപ്പ് ഓഫ് ത്രെഡുകൾ പഠിക്കാനുണ്ട്. ആ ത്രെഡിന്റെ യൂസ് എന്തെല്ലാമാണ്, എവിടേക്കാണ് ഇവയെ യൂസ് ചെയ്യുന്നത്, കൂടാതെ അതിന്റെ പ്രപ്പോർഷൻസ് എന്തെല്ലാമാണ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രപ്പോർഷൻസ് ഓരോ ത്രെഡിനും വരുന്നുണ്ട്. ആ ത്രെഡിന്റെ പ്രപ്പോർഷൻസ് എന്തെല്ലാമാണ് എന്നത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നോക്കിയാൽ അതേപോലെ തന്നെ ത്രെഡിന്റെ അവിടെ നമുക്ക് ആ കൺവെൻഷൻസ് ദാറ്റ് മീൻസ് അവിടെ SP46 2003 എന്ന് പറയുന്ന ആ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നോക്കിയാൽ ബോൾട്ട് നമ്മുടെ ഫാസ്റ്റ്നേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. നമുക്ക് അവിടെ നോക്കിയാൽ സെമി പെർമനന്റ് ആയിട്ടുള്ള മെത്തേഡ് ആയിട്ട് വരുന്ന നോക്കിയ ബോൾട്ടും നട്ടും അതുപോലെ സ്റ്റഡും അതിന്റെ പ്രപ്പോർഷൻസും അതിന്റെ യൂസേജും ഇത്രേ പഠിക്കേണ്ടതുള്ളൂ. കിട്ടുന്നത് 3 മാർക്ക് ആയിരിക്കും. നമുക്ക് ഓൾറെഡി നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഫാസ്റ്റ്നേഴ്സിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ 3 മാർക്ക് വളരെ എളുപ്പത്തിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, വളരെ 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 കുറഞ്ഞ കാര്യം മാത്രമേ പഠിക്കാനുള്ളൂ. നോക്കിയേ, വെൽഡഡ് ജോയിന്റ് എന്താണ്, അതിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഏതൊക്കെ തരത്തിൽ ജോയിന്റുകൾ ഉണ്ട്, ആ ജോയിന്റുകളുടെ റെപ്രസെന്റേഷൻ എങ്ങനെയാണ്, ആ ഫിഗർ ഒന്ന് പഠിച്ചാൽ കിട്ടും നമുക്ക്. നോക്കി അതേപോലെ തന്നെ ഈ വെൽഡിംഗ് സിമ്പിൾസ് ദാറ്റ് മീൻസ് നോക്കിയാ SP46 പ്രകാരം നമുക്ക് വെൽഡിംഗ് സിമ്പിൾസ് നമ്മൾ എങ്ങനെയാണ് ഡ്രോയിങ്ങിൽ വരയ്ക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് കാര്യം പഠിച്ചാൽ നമുക്ക് 2 മാർക്കാണ് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് കിട്ടാൻ പോകുന്നത്. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. അതേപോലെ തന്നെ ലോക്കിംഗ് ഡിവൈസുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നോക്കിയേ ഏതൊക്കെ ടൈപ്പ് ലോക്കിംഗ് ഡിവൈസുകൾ ഉണ്ട്, അതുപോലെ മെഷീൻ സ്ക്രൂ, ആ ക്യാപ് സ്ക്രൂ, സെറ്റ് സ്ക്രൂ തുടങ്ങിയിട്ടുള്ള അതിന്റെ കാര്യങ്ങളും അത് നമുക്ക് അതിനുമായി ബന്ധപ്പെട്ട് വരുന്ന അതിന്റെ യൂസേജും അതിന്റെ സ്പെസിഫിക്കേഷൻസും എന്തെല്ലാമാണ് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കൃത്യമായി തന്നെ നോക്കിയാൽ. അതുപോലെ തന്നെ ഫൗണ്ടേഷൻ ബോൾട്ട് ഏതൊക്കെ തരത്തിലുണ്ട്, ഓരോ ടൈപ്പ് ബോൾട്ടുകളും ഫൗണ്ടേഷൻ ബോൾട്ടുകളും ഓരോ ആപ്ലിക്കേഷനും നമ്മൾ യൂസ് ചെയ്യുക, അതിന് സംശയം വേണ്ട. അപ്പോൾ ആ രീതിയിൽ അതിന്റെ യൂസേജ് ഓരോ ടൈപ്പും നോക്കിയാൽ ലൂയിസ് ഫൗണ്ടേഷൻ ബോൾട്ട് തുടങ്ങി കുറെ ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ബോൾട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അവിടെ ഓരോ ഫൗണ്ടേഷൻ ബോൾട്ടും എവിടെയാണ് യൂസ് ചെയ്യുക, ഇത് പഠിച്ചാൽ നമുക്ക് അവിടെ കിട്ടും 3 മാർക്ക്. സിമ്പിൾ ആണ്, അത്രയേ പഠിക്കേണ്ടതുള്ളൂ. അപ്പോൾ വളരെ ക്രിസ്പ് ആയിട്ടുള്ള സിലബസ് നമുക്ക് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് PSC. അപ്പോൾ ആ രീതിയിൽ പഠിച്ചു പോകാം. ദെൻ മൊഡ്യൂൾ 3ലേക്ക് പോകുമ്പോൾ അവിടെ പൈപ്പ് ജോയിന്റുകളും റിവറ്റഡ് ജോയിന്റുകളാണ്. അപ്പോൾ ഈ രീതിയിൽ നോക്കിയ മെക്കാനിക്കൽ ആണെങ്കിലും സിവിൽ ആണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, പൈപ്പ് ജോയിന്റ് അതിന് നോക്കിയ കൃത്യമായിട്ടുള്ള ഏതൊക്കെ ടൈപ്പുകൾ ഉണ്ട്, അതുപോലെ എക്സ്പാൻഷൻ ജോയിന്റ്, ലൂപ്പ് ദാറ്റ് മീൻസ് അതർ നോക്കിയ പൈപ്പ് ഫിറ്റിംഗ്സ് ഏതൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന
കാര്യങ്ങളുമായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 മാർക്ക് കിട്ടും. ദെൻ റിവറ്റഡ് ജോയിന്റിലേക്ക് വരുമ്പോൾ നോക്കിയാ ഏതൊക്കെ ടൈപ്പ് റിവറ്റുകൾ ഉണ്ട്, അതിന്റെ സൈസ്, അതിന്റെ പ്രപ്പോർഷൻസ് പഠിക്കണം. അതുപോലെ തന്നെ റിവറ്റഡ് ജോയിന്റ് എന്താണ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രപ്പോർഷൻസും അതുപോലെ തന്നെ അതിന്റെ ടേംസുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ നോക്കിയേ റിവറ്റ് സൈസും അതിന്റെ തിക്നെസ്സുമായി ബന്ധപ്പെടുന്ന റിലേഷൻ നമുക്ക് എങ്ങനെയാണ് കിട്ടുക അല്ലെ, അൺവിൻസ് ഫോർമുല എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ, നമുക്ക് കൃത്യമായി പഠിച്ചതാണ്. 6√t എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അതേപോലെ തന്നെ നോക്കിയാ ഇവിടെ ആ ഒരു ഫെയിലിയർ എങ്ങനെയൊക്കെയാണ് റിവറ്റഡ് ജോയിന്റിൽ വരുന്നത്. റിവറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ, സിമ്പിൾ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് നോക്കി 3 മാർക്ക് അവിടെ കിട്ടുകയാണ്. മൊഡ്യൂൾ 3 നിന്ന് നോക്കി 5 മാർക്ക് കിട്ടും. അതേപോലെ നോക്കി ബെൽറ്റ്, അതുപോലെ ഗിയർ ഡ്രൈവ്, നമുക്ക് 2 ഷാഫ്റ്റുകളെ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നോക്കി കൃത്യമായിട്ടുള്ള നോക്കി പവർ ട്രാൻസ്മിറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസുകളാണ്. അപ്പോൾ ഇതിൽ നിന്ന് കൃത്യമായി നമുക്ക് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ബെൽറ്റിൽ നിന്നും 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഗിയർ ഡ്രൈവിൽ നിന്നും കിട്ടും. അതുപോലെ ബെൽറ്റ് എന്ന് പറയുമ്പോൾ അവിടെ പഠിക്കേണ്ടതായിട്ട് നോക്കിയാൽ അതിന്റെ മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, അതിൽ ക്രീപ്പ് എന്താണ്, സ്ലിപ്പ് എന്താണ്, വെലോസിറ്റി ഓഫ് ബെൽറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ആർക്ക് ഓഫ് കോൺടാക്ട് എന്ന് പറയുന്നതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്. ദെൻ അവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് ബെൽറ്റ് സ്പീഡുമായി ബന്ധപ്പെട്ട് വരുന്ന സിമ്പിൾ എക്സസൈസുകൾ, ദാറ്റ് മീൻസ് അവിടെ വെലോസിറ്റി റേഷ്യോയുമായി ബന്ധപ്പെട്ട് സ്ലിപ്പ് വരുമ്പോൾ എന്താണ് മാറ്റം വരുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങൾ പഠിച്ച് നമുക്ക് 4 മാർക്കാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. വി ബെൽ ഡ്രൈവും അതുപോലെ തന്നെ അതിന് വെലോസിറ്റി, പുള്ളി റേഷ്യോ തുടങ്ങിയ കാര്യങ്ങളും കൂടെ അവിടെ പഠിക്കേണ്ടതായിട്ടുണ്ടാകും. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കൃത്യമായി തന്നെ നോക്കി ഗിയർ ഡ്രൈവിന് പഠിക്കുമ്പോൾ അവിടെ ഏതൊക്കെ ടൈപ്പിൽ ഗിയറുകൾ ഉണ്ട്, അതുപോലെ കാസ്റ്റ് ഗിയർ എന്താണ്, മെഷീൻ ഗിയർ എന്താണ്, 2 തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പിൽ നമുക്ക് ഈ പറഞ്ഞ ഗിയറുകൾ ഉണ്ട് എന്നുള്ള കാര്യം പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഗിയറിന്റെ പ്രൊഫൈലുകൾ എന്തെല്ലാമാണ് ഈ പറഞ്ഞ പോലെ നോമൻക്ലേച്ചറുമായി ബന്ധപ്പെട്ട് വരുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അവിടെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൂ. നോക്കി 7 മാർക്കാണ് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് കിട്ടാനായിട്ട് പോകുന്നത്. ദെൻ 5ാമത്തെ മൊഡ്യൂളിലേക്ക് കടന്നു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമ്മൾ ഹൈഡ്രോളിക്സും ന്യൂമാറ്റിക്സും നിങ്ങൾ നോക്കി വളരെ കൃത്യമായി തന്നെ ഹൈഡ്രോളിക്സിന്റെ ബേസിക്സ് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഹൈഡ്രോളിക്സ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. അതിന്റെ കമ്പോണൻസ് എന്താണ്, ഒരു ഹൈഡ്രോളിക് സിസ്റ്റം കണ്ടുകൊണ്ട് അതിലെ കമ്പോണൻസ് ഓരോന്നും എന്താണ്, ഓരോ കമ്പോണന്റ് നമുക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യം നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഹൈഡ്രോളിക് ചാക്ക് അതിന്റെ ഫംഗ്ഷൻ എന്താണ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ടാകും. ദെൻ ആക്ച്വേറ്റർ, ഹൈഡ്രോളിക് ആക്ച്വേറ്റർ എന്തിനാണ്, ഏതൊക്കെ ടൈപ്പിൽ നമുക്ക് ആക്ച്വേറ്റേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ നമുക്ക് DC വാൽവ്, നോൺ റിട്ടേൺ വാൽവ്, ത്രോട്ടിൽ വാൽവ് തുടങ്ങിയുള്ള വാൽവുകളുടെ സിംബലുകളും അതിന്റെ വർക്കിംഗും എവിടെയാണ് യൂസ് ചെയ്യുന്നത്, എന്താണ് അതിന്റെ വർക്കിംഗ്, ഇത് പഠിച്ച് നമുക്ക് ഹൈഡ്രോളിക്സുമായി ബന്ധപ്പെട്ട് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അവിടെ വരും, അത് നമുക്ക് കിട്ടും. ദെൻ അടുത്തത് നോക്കി ന്യൂമാറ്റിക്സിൽ വരുമ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കൂടുതലായിട്ട് വരുന്നുണ്ടാവും. ദാറ്റ് ഈസ് നോക്കിയാ ആ ഒരു ന്യൂമാറ്റിക് സിസ്റ്റം നമ്മൾ അവിടെ പഠിച്ച പോലെ തന്നെ നോക്കിയാ ആ ഒരു ഹൈഡ്രോളിക് സിസ്റ്റം പഠിച്ച പോലെ തന്നെ ന്യൂമാറ്റിക് സിസ്റ്റവും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ന്യൂമാറ്റിക് ആക്ച്വേറ്ററും നോക്കിയാൽ ആ രീതിയിലുള്ള വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനായിട്ടാവും. അതും സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ടോപ്പിക് തന്നെയുള്ളൂ, 2 മാർക്കാണ് അവിടെ വരുന്നത്. ദെൻ 6ാമത്തെ മൊഡ്യൂളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ടാവുക നോക്കിയാൽ പ്രൊഡക്ഷൻ ഡ്രോയിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന ലിമിറ്റ്, ഫിറ്റ്, ടോളറൻസ് എന്ന് പറയുന്ന 3 ടേമുകളാണ്. വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് കൺസെപ്റ്റ് വൈസ് ആയിട്ട് പഠിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. പഠിച്ചു കഴിഞ്ഞാൽ ഒരു ബേസ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് അവിടെ ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെ അവിടെയും തന്നെയുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് എന്താണ് ലിമിറ്റ്, എന്താണ് ഫിറ്റ്, എന്താണ് ടോളറൻസ് തുടങ്ങിയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ആ കാര്യങ്ങൾ ദാറ്റ് മീൻസ് അവിടെ ഒരു പ്രൊഡക്ഷൻ ഡ്രോയിങ്ങിലേക്ക് വരുമ്പോഴാണ് നമുക്കൊരു പ്രൊഡക്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നു അല്ലെ, മെക്കാനിക്കൽ കമ്പോണന്റ് ആണ് മാനുഫാക്ചർ ചെയ്യുന്നെങ്കിൽ അവിടെ കൃത്യമായിട്ട് പ്രൊഡക്ഷൻ ഡ്രോയിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് എപ്പോഴും ഒരു പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, അത് കൃത്യമായിട്ടുള്ള സൈസിൽ നമുക്ക് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായി തന്നെ ഒരു അലവൻസുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അല്ലെ, നമുക്ക് ടോളറൻസ് കീപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന 4 മാർക്ക് സിമ്പിൾ ആയിട്ട് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ നോക്കിയ ബിയറിംഗ്സ് എന്ന് പറയുന്ന ആ ഒരു കമ്പോണന്റ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ടൈപ്പ്, ദാറ്റ് മീൻസ് അവിടെ നമുക്ക് ആ ഒരു ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ചെയ്യുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങൾ പഠിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് വരുന്ന ബിയറിംഗ്സ് ഏതൊക്കെ ടൈപ്പിലുണ്ട്, ഓരോ ബിയറിംഗും എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ 4 മാർക്ക് കിട്ടും. അങ്ങനെ നോക്കിയേ 7ാമത്തെ മൊഡ്യൂളിൽ നിന്ന് 4 മാർക്ക് കിട്ടുന്നു. ഓൾ ടോട്ടൽ നമുക്ക് നോക്കിയാ 38 മാർക്കാണ് നമുക്ക് മെക്കാനിക്കൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇതേപോലെ തന്നെ ഒരു 38 മാർക്ക് നമുക്ക് സിവിലിന്റെ ബേസിക്കുമായി ബന്ധപ്പെട്ട് കിട്ടുന്നുണ്ട്. ദെൻ ബാക്കി വരുന്ന 24 മാർക്കാണ് എന്തിന്റെ നോക്കി കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക് ആയിട്ട് വരുന്നത്. അപ്പോൾ നോക്കി ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ ഡിവൈഡ് ചെയ്തുകൊണ്ടുള്ള സിലബസ് നോക്കിയാ ഒരു രീതിയിലും നമുക്ക് ഒരു ഡിപ്പാർട്ട്മെന്റിനും അഡ്വാൻറ്റേജ് കിട്ടുന്ന രീതിയിലല്ലാത്ത നോക്കി വളരെ കൃത്യമായിട്ടുള്ള സിലബസ് നമുക്ക് അവിടെ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ PSC കൃത്യമായി നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾ വേണ്ടത്
കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന് 5 മാർക്ക് വരുന്നുണ്ട്, രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്ന് 8 മാർക്ക്, ദെൻ മൂന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന് 5 മാർക്ക് നോക്കി, നാലാമത്തെ മൊഡ്യൂളിൽ നിന്ന് 7, അഞ്ചാമത്തെ മൊഡ്യൂളിൽ നിന്ന് 5, ദെൻ 6ൽ നിന്ന് 4, 7ൽ നിന്ന് 4 തുടങ്ങി നമുക്ക് 38 മാർക്ക് മെക്കാനിക്കൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ട് വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. ആ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് സെറ്റാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റാങ്കിൽ എത്തിക്കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കണ്ടു 1000 കൂടുതലാണ് അല്ലെ, 1100-നടുത്ത് നമുക്കൊരു 4 ആളും കൂടെ അഡ്വൈസ് ആയിരുന്നു 1100 എന്ന് പറയാം. അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ കൃത്യമായിട്ടുള്ള അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇവിടെ ഇത്രയും പോസ്റ്റുകൾ ഒന്നും തന്നെ ഇല്ല അല്ലെ, നമുക്ക് അവിടെ അത്രയും നോക്കി സാങ്ഷൻ സ്ട്രെങ്ത് ഒന്നും തന്നെ ഇല്ല. പക്ഷേ നമുക്കറിയാം നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിൽ ഇതിന്റെ കൂടെ തന്നെ പാരലൽ ആയിട്ട് എക്സാമുകൾ നടക്കുന്നുണ്ട്. നിങ്ങൾ ഇനി ഇറിഗേഷന്റെ ആയിക്കോട്ടെ, അതുപോലെ തന്നെ PWD ആയിക്കോട്ടെ, LSTD ആയിക്കോട്ടെ, ഇതിലെല്ലാം ഗ്രേഡ് 3 എക്സാമുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വാട്ടർ അതോറിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൽ നിന്നും ആൾക്കാർ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും നോക്കി ബൾക്ക് ആയിട്ടുള്ള അഡ്വൈസുകൾ നടക്കുന്നത്. അപ്പോൾ ഇനിയും അടുത്ത വരുന്ന വർഷങ്ങളിലും ഈ പറയുന്ന സെയിം പാറ്റേൺ തന്നെയാണ് വീണ്ടും നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിലേക്ക് നമുക്കൊരു 1000-നുള്ളിൽ നോക്കി, ഇപ്പോൾ നമ്മൾ കണ്ടു 1000-നുള്ളിൽ അകപ്പെട്ടു പോയാൽ നമുക്കൊരു 3 വർഷം കൊണ്ട് ജോലി കിട്ടുന്ന രീതിയിൽ തന്നെ അവിടെ എത്തിപ്പെടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അതിലേക്ക് ഒന്നും നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ആദ്യത്തെ അഡ്വൈസിൽ നിങ്ങളുടെ പേര് വരാൻ തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ അഡ്വൈസിൽ പേര് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി ഓർത്തിരിക്കുക, ഒരു വേക്കൻസി ആണുള്ളതെങ്കിൽ അല്ലെങ്കിൽ 10 വേക്കൻസി ആണെന്നുണ്ടെങ്കിൽ ആ ആദ്യ 10-ൽ തന്നെ വരണം. അപ്പോൾ ആ രീതി നിങ്ങൾ റിസർവേഷൻ ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക മക്കളെ. അപ്പോൾ ഇനി ഒരിക്കലും ഒട്ടും സമയം കളയാനില്ല. നിങ്ങൾക്ക് നമുക്കറിയാം നമ്മളെ ഈ ഒരു എക്സാം പോസ്റ്റ്പോൺ ചെയ്തതായിട്ടാണ് PSC അറിയിച്ചിട്ടുള്ളത്. എക്സാം വരാൻ വേണ്ടി പോകുന്നുണ്ടാവുക ഉറപ്പായിട്ടും ഒക്ടോബർ 1 അല്ലെങ്കിൽ ഒക്ടോബർ ആദ്യത്തെ വീക്കിൽ തന്നെയാണെന്ന് നമ്മൾ സ്വയം വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ സെക്കൻഡിൽ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഒട്ടും സമയം കളയാനില്ല. കൃത്യമായുള്ള സിലബസ് നമ്മുടെ മുന്നിലുണ്ട്. എന്താണ് പഠിക്കേണ്ടതെന്ന് നമുക്കറിയാം. ഇനി എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിച്ചു കഴിഞ്ഞാലാണ് കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് നല്ല റാങ്ക് എത്താൻ പറ്റുക എന്ന് തുടങ്ങിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനി സംശയത്തിൽ ഒന്നും നിൽക്കേണ്ടതില്ല. നമ്മുടെ കൃത്യമായിട്ടുള്ള മെക്കാനിക്കൽ ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുന്നതെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ കൃത്യമായിട്ടുള്ള വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് എങ്ങനെ പഠിച്ചാൽ ഒരു സിവിൽ ബേസ് ഉള്ള ആളാണെങ്കിൽ മെക്കാനിക്കൽ ഏത് രീതിയിൽ പഠിച്ചാലാണ് കിട്ടുക എന്നുള്ളത് നമുക്കറിയാം അല്ലെ. അപ്പോൾ ആ രീതി കൃത്യമായി തന്നെ നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങളെ നല്ല റാങ്കിൽ എത്തിക്കാൻ പാകത്തിലേക്കുള്ള ഒരു കോഴ്സ് ഇവിടെ കൃത്യമായി സ്ട്രക്ചർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ലൈവ് ഇന്ററാക്ഷൻ സെഷൻസോടെയുള്ള ലൈവ് പ്ലസ് റെക്കോർഡർ ആയ സെഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ അതിൽ തന്നെ കൃത്യമായി നിങ്ങൾക്കുള്ള ഡൗട്ട് ക്ലിയറൻസ് സെഷൻസും വെച്ചുകൊണ്ട് നമുക്കറിയാം മെക്കാനിക്കൽ പഠിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആ രീതിയിലുള്ള ഡൗട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യാനുള്ള സെഷൻസ് നിങ്ങൾക്ക് കൃത്യമായി തരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ പഠിച്ചുകൊണ്ട് നല്ലൊരു റാങ്കിൽ എത്താൻ പാകത്തിലേക്ക് നിങ്ങൾക്ക് കൃത്യമായുള്ള ടെസ്റ്റുകൾ, ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള ടെസ്റ്റുകളും സബ്ജക്റ്റിൽ നിന്നുള്ള ടെസ്റ്റുകളും അതോടൊപ്പം തന്നെ നമുക്കറിയാം 100 മാർക്കിന്റെ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സിവിൽ ടോപ്പിക്കുകളും കൂടെ ആഡ് ചെയ്തുകൊണ്ടുള്ള 100 മാർക്സിന്റെ മോക്ക് ടെസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് തന്നുകൊണ്ട് കൃത്യമായി തന്നെ നിങ്ങൾ നല്ല റാങ്കിൽ എത്തിക്കാൻ പാകത്തിലേക്കുള്ള ഈ ഒരു കോഴ്സ് ഇത്രയും ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഈ ഒരു കോഴ്സിന് 1000-ൽ താഴെയാണ് നമ്മൾ ഫീസ് കൃത്യമായി പറയുന്നത്. 999 രൂപയാണ് നമ്മളുടെ ഈ ഒരു ഫീസ് ആയിട്ട് വരുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാം. ഓക്കെ അല്ലേ. അപ്പൊ ഇയർലി പെയ്ഡ് ഓഫർ ആയിട്ടാണ് ഈ ഒരു കൃത്യമായിട്ടുള്ള നമുക്ക് ഫീസ് പറഞ്ഞിട്ടുള്ളത്. 28-ാം തീയതിയാണ് നമ്മൾ ഈ ഒരു കോഴ്സ് കൃത്യമായി തുടങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായി പഠിച്ച് നല്ല റാങ്കിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഉള്ളിൽ അത്രയത്തിലും സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞിട്ടുള്ള ഗ്രേഡ് 3 എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് സിവിൽ എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് മെക്കാനിക്കൽ പഠിച്ചാൽ മതി. അപ്പോൾ സിവിലിന്റെ റിവിഷൻ നമുക്ക് അതിന്റെ കൂടെ തന്നെ കൊണ്ടുപോകാം. അതിന്റെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് മെക്കാനിക്കലും അതിന്റെ കൂടെ തന്നെ പഠിച്ച് സെറ്റാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു എക്സാം കൃത്യമായി നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിന് സംശയം വേണ്ട, അത് ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ മെക്കാനിക്കലുകാർക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് കൃത്യമായി തന്നെ ഇത്രയും ബൾക്കായിട്ടുള്ള വേക്കൻസി വരുന്ന ഒരു ചാൻസും ഇനി അങ്ങോട്ട് കിട്ടാനില്ല. അത് ഉറപ്പാണ്, സംശയം വേണ്ട. നിങ്ങൾ കൃത്യമായ ഒരു ഗവൺമെന്റ് ജോലിയാണ് മെക്കാനിക്കൽകാരൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ ജോലിക്ക് ഈ പോസ്റ്റിന് വേണ്ടി കൃത്യമായി പഠിച്ചോളാം. കൃത്യമായിട്ടുള്ള പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഈക്വൽ അഡ്വാൻറ്റേജ് ആണ്. ഒരു ഡിപ്പാർട്ട്മെന്റും കൃത്യമായിട്ടുള്ള മേൽക്കൈ ഇല്ല, എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ നിമിഷം കൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക, സെറ്റാക്കി പഠിച്ചോളാം. സിവിൽ ടോപ്പിക്കുകളൊക്കെ മെക്കാനിക്കൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുമെങ്കിലും നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള കോഴ്സുകൾ നമ്മളെ
സൈലന്റ് ടെക്നിക്കല് അവൈലബിൾ ആണ്. കൃത്യമായി തന്നെ നമുക്ക് സിവിൽ ടോപ്പിക്കുകൾ മാത്രമാണ് പഠിക്കുന്നത്, അതിനുള്ള കോഴ്സുകൾ ഉണ്ട്. അതുപോലെ മെക്കാനിക്കൽ ടോപ്പിക്കുകൾ മാത്രമാണ് പഠിക്കുന്നത്, അതിനുള്ള കൃത്യമായിട്ടുള്ള കോഴ്സുകൾ നമുക്കിവിടെ തരുന്നുണ്ട്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, സെറ്റ് ആയിട്ട് പഠിക്കുക. നാളത്തേക്ക് മാറ്റി വെക്കണ്ട. ഒക്ടോബർ 1, 2, 3 ഒക്കെ നമ്മൾ എക്സാം ഉണ്ടാകുമെന്ന് നമ്മൾ സ്വയം വിശ്വസിച്ചുകൊണ്ട് ആ രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കുക. സമയം അത്രയേ ഉള്ളൂ. ആ സമയം കൊണ്ട് പഠിക്കാനുള്ള ആൾക്കാർ തന്നെയാണ് നമ്മുടെ ചുറ്റുമുള്ളത്. എല്ലാവർക്കും ഒരേ സമയം തന്നെയാണ് കിട്ടുക. ആ സംശയങ്ങളൊന്നും ഉള്ളിൽ വെക്കണ്ട. ഉള്ളിൽ മാക്സിമം പോസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു എനർജി കൊണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പഠിക്കുക, സെറ്റ് ആക്കിക്കൊള്ളുക. അപ്പൊ എല്ലാത്തിനും സൈലന്റ് ടെക്നിക്കൽ നിങ്ങളെ കൂടെയുണ്ട്. അപ്പൊ അഡ്മിഷനുമായി ബന്ധപ്പെട്ട എന്ത് സംശയത്തിനും ഈ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ഒരുമിച്ച് പഠിക്കാൻ നമുക്ക് കൃത്യമായിട്ടുള്ള ജോലിയിലേക്ക് ഒരുമിച്ച് കയറാം. ഓക്കെ, താങ്ക് യു ഓൾ.